ഹിന്ദുസം ഞാനും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. ഇനി വരുമ്പോൾ കൂടുതൽ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യാം. ഓക്കെ. സൂര്യചന്ദ്ര നമസ്കാരം. എല്ലാവരും പൊസിഷനിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തേ. ഓക്കെ. കൈകൾ നമസ്കാര മുദ്രയിൽ കൊടുക്കുക. ഒരു ദീർഘമായിട്ട് അങ്ങ് ഒരു ശ്വാസം എടുത്തു വിടുക. റിലാക്സിങ്. ഓക്കെ. ഹസ്ത ഉത്താനാസനം, പാദഹസ്താസനം, പാദഹസ്താസനം. അടുത്ത അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, ഇടതുകാൽ അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീണ്ടും താഴോട്ട് പാദഹസ്താസനം, ഇടതുകാൽ അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, വലത് അശ്വസഞ്ചലനാസനം, മുകളിലോട്ട് നമസ്കാര മുദ്ര. സ്പീഡ് വേണ്ട, ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യുക. നമസ്കാര മുദ്ര, സൈഡ് സിറ്റിംഗ്. അടുത്ത് ഓപ്പോസിറ്റ് സൈഡ് സിറ്റിംഗ്. തിരിയുക, അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര, വീണ്ടും അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീണ്ടും പാദഹസ്താസനം, വലത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, ഇടത് അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീണ്ടും പാദഹസ്താസനം, ഇടത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, വലത് അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര, സൈഡ് സിറ്റിംഗ്, ഓപ്പോസിറ്റ് സൈഡ് സിറ്റിംഗ്. തിരിയുക, അശ്വസഞ്ചലനാസനം, മുകളിലോട്ട് നമസ്കാര മുദ്ര. നല്ലതുപോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണേ. വീണ്ടും അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീണ്ടും പാദഹസ്താസനം, ഇടത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, വലത് അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്താനാസനം, വീണ്ടും പാദഹസ്താസനം, വലത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം,
ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, ഇടത് അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര. നല്ല സ്ട്രെച്ചിങ് കൊടുത്തോളൂ. സൈഡ് സിറ്റിംഗ്, ഓപ്പോസിറ്റ് സൈഡ് സിറ്റിംഗ്. ഇനി തിരിയ അശ്വസഞ്ചലനാസനം, മുകളിലോട്ട് നമസ്കാര മുദ്ര, വീണ്ടും അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്ഥാനാസനം, ഇടത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, വലത് അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്ഥാനാസനം, വീണ്ടും പാദഹസ്താസനം, വലത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, ഇടത് അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര, സൈഡ് സിറ്റിംഗ്, ഓപ്പോസിറ്റ് സൈഡ് സിറ്റിംഗ്. തിരിയ അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര, അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്ഥാനാസനം, ഇടത് പാദഹസ്താസനം, വലത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, ഇടത് അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്ഥാനാസനം, വീണ്ടും പാദഹസ്താസനം, ഇടത് അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം, ശശങ്കാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവതാസനം, ശശങ്കാസനം, വലത് അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്ത ഉത്ഥാനാസനം, നമസ്കാരം. അവസാനിക്കുക. കാലകത്തേക്ക് കൈയൊക്കെ താഴ്ത്തി കണ്ണടച്ചൊരു ദീർഘ ശ്വാസമൊക്കെ എടുത്തു വിടട്ടെ. ദീർഘശ്വാസം എടുത്തു വിടട്ടെ. ഇനി അങ്ങനെ മേറ്റൊക്കെ നേരെയാക്കിയിട്ട് ഇങ്ങനെ ഈ ശവാസനത്തിൽ ഒന്ന് കിടന്നോളൂ. ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആകട്ടെ. റിലാക്സ് ആയി. ഓക്കെ, കിടന്നോളൂ കിടന്നോളൂ. പുലരൊളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ, വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയാൽ മലരിനെ ഉമ്മ വെച്ചിടുവാൻ, വായു 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 വായു, ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങൾ നീ വിരലോടിച്ചു നാളിച്ചു പൂങ്കാറ്റുപോ, പുലരുളി വന്നു ചേരുന്നിതാ, ദൂരമാകുന്നിതാ, വായു 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 വായു.
മഴത്തുള്ളിന്നാകെ തിളങ്ങുന്നു വൈഡൂര്യം തൂവയിൽ തുമ്പീതിയിലേ. ഓ, വസന്തങ്ങൾ വന്നാകെ വലം വെച്ചു പോലവേ ഇന്നെന്തു സൗരഭമായി ഇനിയുണരൂ അരികിലണയൂ നീ കാണാത്ത തീരങ്ങൾ കാണാൻ വായു പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരമായുന്നേ. ഓക്കെ, കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ രണ്ട് തലയുടെ മുകളിലോട്ട് നല്ല സ്ട്രെച്ചിങ് എടുക്കുക, നല്ല സ്ട്രെച്ചിങ് കൊടുക്കണേ. എപ്പോഴും നമ്മൾ ചെയ്താലും തറയിൽ ശവാസനത്തിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ നല്ല സ്ട്രെച്ചിങ് കൊടുത്തിട്ട് എണീക്കാം. ഓക്കെ, ഇനി ആരൊക്കെയാണ് നല്ല ഇത് ചെയ്യാൻ പറ്റി എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയോ എന്ന് നോക്കട്ടെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെസ്സ ചേച്ചി നന്നായി ചെയ്തു. ജോസ് ടീച്ചർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ശാന്തൻ ഹാർട്ട് ബീറ്റ് കൂടി നീതു നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ ജ്യോതി നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിനി ചേച്ചി സൂര്യചന്ദ്രൻ നമസ്കാരം ആസ്വദിച്ച് ചെയ്തു, പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീജന നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും പിണക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നന്നായി ചെയ്തു എന്ന് ഷീലാനായി പറഞ്ഞിട്ടുണ്ട്. ജെനി പറഞ്ഞിട്ടുണ്ട്. ശോഭ ചേച്ചി നല്ല വൃത്തിയിൽ സ്ട്രെച്ചിങ്ങോട് കൂടി സൂര്യ നമസ്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശോഭ ചേച്ചി അടിപൊളിയായി ചെയ്തു. എനിക്കിപ്പോൾ ടൈപ്പ് സെറ്റിംഗ് നല്ല ഈസിയാന്ന് പറഞ്ഞു. സിറ്റിംഗ് ഇല്ലേ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ലതുപോലെ വരും. പിന്നെ നമ്മൾ സൂര്യചന്ദ്ര നമസ്കാരത്തിൽ എന്തായാലും ഉണ്ടല്ലോ, ചന്ദ്ര നമസ്കാരത്തിലും ഉണ്ട്. പിന്നെ എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശോഭ ചേച്ചിക്കും ചെയ്യാൻ പറ്റിയെങ്കിൽ ബാക്കി എല്ലാവർക്കും ചെയ്യാം. അതടുത്ത് വന്നിട്ട് ശോഭ ചേച്ചി സൈഡ് സിറ്റിംഗ് ആണ്, മനസ്സിലായി ചേച്ചി. ഇന്ദു സോമൻ പറഞ്ഞ സൂര്യചന്ദ്രൻ സൂപ്പറായി, സുധ ചേച്ചി നന്നായി ചെയ്തു പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കിനി അടുത്തതിലോട്ട് ഒന്ന് പോകാം. കുറച്ച് ആസനങ്ങൾ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകേണ്ടതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് കിടന്നോളൂ. കാലിന്റെ സ്ട്രെച്ചിങ് ഒക്കെ ഒന്ന് എടുക്കാം. ഓക്കെ, എങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന്. അത് എപ്പോഴും ചെയ്യുന്നത് തന്നെ എന്നാലും ചെയ്തോളൂ. കൈ രണ്ട് ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. നല്ല സ്പീഡായിട്ട് ഒന്ന് കാല് നല്ല പൊക്കുക, താഴ്ത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഹിപ്പിലുള്ള ആ വലിച്ചിലൊക്കെ പോകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. കിടന്നോളൂ. എല്ലാവരും കിടന്നു വിചാരിക്കുന്നു. ചെയ്യാം. ഓക്കെ, ആദ്യം വലത് കാല്, പിന്നെ ഇടത് കാല്. സ്റ്റാർട്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി കൈ രണ്ട് ഹിപ്പിന്റെ അടിയിൽ കൊടുക്കുക. കാല് രണ്ട് സ്ട്രെച്ചിങ് ചെയ്തെടുക്കണം കേട്ടോ. കാല് ഞാൻ മുട്ട് മടക്കി എടുക്കരുതാനും. കാല് നല്ലതുപോലെ നീട്ടി ഫ്രണ്ടിലോട്ട് നീട്ടി നല്ല സ്ട്രെച്ചിങ്ങോട് കൂടി ഇൻഹേൽ എടുത്തുകൊണ്ട് പോക്കുക. എക്സേൽ 2 ഇൻഹേൽ എക്സേൽ 3 ഇൻഹേൽ എക്സേൽ 4 ഇൻഹേൽ എക്സേൽ 5 ഇൻഹേൽ എക്സേൽ 6 ഇൻഹേൽ. അവിടെ നിൽക്കട്ടെ, നല്ല സ്ട്രെച്ചിങ് 90 ഡിഗ്രിയിൽ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് കാല് മടക്കി പെരുവിരലിൽ പിടിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക. എത്ര അകത്താൻ പറ്റുമോ അത്രയും അകത്തുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. ഇനിയിപ്പോ അതൊക്കെ കാല് നീട്ടുക. ഒന്ന് ശവാസനത്തിൽ റിലാക്സ് ചെയ്ത്. ഓക്കെ, ഇനി കാലുകൾ രണ്ടും മടക്കി വെക്കുക, ചേർന്നിരിക്കട്ടെ. എന്നിട്ട് വലത് കാല് പൊക്കുക 90 ഡിഗ്രിയിൽ പൊക്കിയിട്ട് നമ്മുടെ ആംഗിളിൽ പിടിച്ച് നല്ലതുപോലെ വലിക്കുക. നല്ലതുപോലെ ആർക്കെങ്കിലും തല മുട്ടിക്കാൻ പറ്റുമെങ്കിൽ മുട്ടിക്കുക.
ഇല്ലാത്തവർക്ക് വേണ്ട, തല താഴ്ത്തി നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അതുപോലെ അടുത്ത കാലം ഒന്ന് പൊക്കട്ടെ, നല്ലതുപോലെ വലിക്കുക, ആംഗിളിൽ വലിച്ചിട്ട് തല വെക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. കാല് മടക്കി വെക്കുക, കാല് മടക്കി വെച്ചു. എന്നിട്ട് കാല് നല്ലതുപോലെ അകത്തി കൊടുക്കുക. സേതു ബന്ധാസൻ സ്ട്രെച്ചിങ്. കാല് നല്ലതുപോലെ അകത്തി കൊടുക്കുക. കൈ രണ്ടും തറയിൽ അമർത്തി വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഹിപ്പ് പൊക്കുക. 1 ആംഗിളിന് പിടിക്കണ്ട, ഇല്ല ആംഗിളിന് പിടിക്കാൻ പറ്റുന്നത് പിടിച്ചോളൂ. പക്ഷെ കുറച്ചുകൂടി ഈസി. ഇതാ കൈ രണ്ടും തറയിൽ അമർത്തി വെച്ചിട്ട് ഹിപ്പ് പൊക്കുക. 2 ഇൻഹേൽ എടുത്തുകൊണ്ട് പൊക്കുക. 3 എക്സേൽ എടുത്തുകൊണ്ട് താഴുക. 4 താഴ്ത്തുക. 5 അവിടെ നിൽക്കട്ടെ, നിലനിർത്തുക. 1 2 3 4 5 6 പതുക്കെ താഴ്ത്തുക. എന്നിട്ട് 2 കാലും മടക്കി നെഞ്ചോട് ചേർത്ത് അമർത്തി വെച്ചോളൂ. പറ്റിയ തല പൊട്ടിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, തല താഴ്ത്തി തന്നെ. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. ഓക്കെ. കാല് നീട്ടി വെച്ചു, കാല് നീട്ടി വെച്ചു. ഓക്കെ. ഇനി സൈഡ് തിരിഞ്ഞ് കിടക്കുക, അന്താസനം. എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സൈഡിൽ ആദ്യം നേരെയുള്ള പോസ്റ്റർ ആയിരുന്നു, അടുത്ത സൈഡിൽ. അടുത്ത ഇനി നമുക്ക് കാല് നല്ലതുപോലെ പൊക്കുക, താഴ്ത്തുക. അനന്താസനം. സ്ട്രെയിറ്റ് കിടക്കണേ. നമ്മുടെ നോക്കുമ്പോൾ കാൽ വിരൽ മാത്രം തന്നെ കാണാവും. അങ്ങനെ 1 ലൈനിലായിരിക്കും. എടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. കാലിൽ പിടിക്കുക, നല്ലതുപോലെ പിടിച്ച് വലിക്കുക. എന്നിട്ട് കാലിൽ നോക്കുക. ഇതാണ് അനന്താസനം. നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക, മുട്ട് മടങ്ങരുത്. 1 2 3 4 5 6 7 8 9 10. ഇതൊക്കെ എല്ലാവരും എന്നും ചില ടൈമിലൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ അറിയാമല്ലോ. ഓക്കെ. അടുത്ത സൈഡ് ചെയ്യാം. കാൽപ്പൊക്കം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇനി കാലിൽ പിടിക്കുക, നല്ലതുപോലെ നോക്ക്, നല്ല സ്ട്രെച്ച് കൊടുത്ത് നല്ലതുപോലെ വലിക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് അങ്ങനെ മകരാസനത്തിൽ വന്നോളൂ. മകരാസനത്തിൽ റെസ്റ്റിൽ കിടന്നോളൂ. മകരാസനം. തിരിച്ചങ്ങനെ മകരാസനത്തിലേക്ക്. ഓക്കെ. എന്നിട്ട് 2 കൈയും ഫ്രണ്ടിലോട്ട് നീട്ടുക, കാല് നല്ലതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1 2 കൈയും 2 കാലും തലയും പൊക്കണം. ചെയ്തോളൂ. 2 3 4 5 6. അവിടെ നിൽക്കട്ടെ, നിലനിർത്തുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. മകരാസനത്തിലോട്ട് തിരിച്ചു വന്ന് റെസ്റ്റിൽ കിടക്കുക. മകരാസന റെസ്റ്റ്. ഓക്കെ. അടുത്ത ഭുജംഗാസനം. കൈ രണ്ടും ചെസ്റ്റിന്റെ സൈഡില്.
ചെസ്റ്റിന്റെ സൈഡിൽ കാല് ചേർത്ത് വെക്കുക. ഹാഫ് ആണ്, ഹാഫ് ഭുജംഗാസനം. അപ്പൊ നല്ലതുപോലെ കൈ രണ്ടും നമ്മളെ കൈമുട്ട് വിടർത്തി വെക്കരുത്. കൈമുട്ട് രണ്ട് ശരീരത്തോട് ചേർത്ത് തന്നെ വെക്കണം. ഓക്കെ, അത് തെറ്റായ രീതിയാണ്. കൈ ഷോൾഡർ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ മുകളിലോട്ട് പതുക്കെ പൊക്കുക. അവിടെ അങ്ങനെ പതുക്കെ പൊക്കുക. പൊക്കിയിട്ട് മുകളിലോട്ട് നോക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. തിരിച്ചു വരിക പതുക്കെ. മകരാസന റെസ്റ്റ്. ഓക്കെ, വീണ്ടും അടുത്തത് അങ്ങനെ എണീറ്റ് നമ്മൾ ശശങ്കാസനമില്ലേ, ചൈൽഡ് പോസ്റ്റ്, നല്ലപോലെ മുട്ട് വിടർത്തുക. മുട്ട് വിടർത്തിയിട്ട്, മുട്ട് ചേർത്ത് വെക്കാനല്ല, മുട്ട് വിടർത്തിയിട്ട് നല്ല ശശങ്കാസനം കൊടുക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. അടുത്ത വീണ്ടും ഭുജംഗാസനത്തിലോട്ടാണ് പോണത്. വീണ്ടും ഭുജംഗാസനം, ശശങ്കാസനം. ഓക്കെ, വീണ്ടും ഭുജംഗാസനം, ശശങ്കാസനം. വീണ്ടും ഭുജംഗാസനം, ശശങ്കാസനം. ചെയ്തോളൂ. 1 ഭുജംഗാസനം, വീണ്ടും ശശങ്കാസനം. 2 വീണ്ടും ഭുജംഗാസനം. 3 വീണ്ടും ശശങ്കാസനം. 4 ഭുജംഗാസനം, തിരിച്ച് ശശങ്കാസനം. വീണ്ടും ഒരിക്കൽ കൂടി എടുത്തോളൂ. ഭുജംഗാസനം, ശശങ്കാസനം. ഓക്കെ, മകരാസന റെസ്റ്റിൽ കിടക്കുക. മകരാസനത്തിൽ ഓക്കെ. ഇനി പതുക്കെ രണ്ട് കാലും മടക്കി ധനുരാസനം എടുക്കാം. രണ്ട് കാലും മടക്കുക, ആംഗിളിൽ പിടിക്കുക. നല്ലതുപോലെ ഇൻഹേൽ എടുത്ത് പൊക്കുക. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ചെയ്തോളൂ. രണ്ട് ആംഗിളിൽ പിടിച്ചിട്ട് അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. മകരാസന റെസ്റ്റിൽ കിടക്കുക. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് ശലഭാസനത്തിന്റെ ഒരു സ്ട്രെച്ചിങ് ആണ്. വലത് കാലും മടക്കി നമ്മുടെ ഈ നെഞ്ചിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കൈ വന്നിട്ട് തലയുടെ അടുത്ത്. എന്നിട്ട് നല്ലപോലെ മുകളിലോട്ട് നോക്കുക. അപ്പൊ നമുക്ക് നല്ല വലിച്ചിൽ കിട്ടും. ഹിപ്പിലൊക്കെ നല്ല വലിച്ചിൽ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാൽമുട്ട് ഫ്രണ്ടിലോട്ട് നോക്കി വയ്ക്കുക. കൈ രണ്ടും തലയുടെ അടുത്ത്. എന്നിട്ട് മുകളിലോട്ട് നോക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 മുകളിലോട്ട് നോക്കണം. 3 4 5 6. തിരിച്ചു വരിക. അതുപോലെ അടുത്ത കാല്, ഇടത് കാല് പൊക്കി നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ എണീക്കുക. അങ്ങനെ എണീക്കുക. 1 2 3 4 5 6. തിരിച്ച് കിടക്കുക. തിരിച്ചങ്ങനെ എല്ലാവരും ചൈൽഡ് പോസ്റ്റിലോട്ട് വരിക. ശശങ്കാസനം. ശശങ്കാസനത്തിൽ ചേർത്ത് വയ്ക്കും. കാൽമുട്ട് ചൈൽഡ് പോസ് എന്ന് പറയുമ്പോൾ കാൽ വിടർത്തി വയ്ക്കും. കാൽമുട്ട് കുറച്ച് വിടർത്തി വയ്ക്കും. ഓക്കെ, ഇനി അങ്ങനെ വരിക. ഒന്ന് നമുക്ക് മാർജര്യാസനം കൂടി എടുക്കാം. ഓക്കെ, തല താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇൻഹേൽ എക്സേൽ. വീണ്ടും ഇൻഹേൽ, മുകളിലോട്ട് നോക്കുക. എക്സേൽ, തല നല്ലതുപോലെ താഴ്ത്തി മുതുക് പൊക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് മാഷി ചെയ്യിപ്പിക്കുന്നതല്ലേ, ചെയ്യാനല്ലോ. ഓക്കെ, 3 ഇൻഹേൽ എക്സേൽ. 4 ഇൻഹേൽ exhale. 5 inhale, exhale. 6 inhale, exhale. 7 inhale,
exhale. 8. Inhale, exhale. ഓക്കെ, അങ്ങനെ നിൽക്കുക. എന്നിട്ട് വലത് കാല് നീട്ടുക, ഇടത് കൈ നീട്ടുക. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. അടുത്ത കാല് നീട്ടുക, വലത് കൈ നീട്ടി അവിടെ നിൽക്കട്ടെ. ഏത് കൈയാണ് ആദ്യം എടുത്ത് അതുപോലെ അടുത്ത കൈ എടുക്കുക. അവിടെ നിൽക്കട്ടെ. 1 വീഴരുത്. 2 3 4 5 6. ഓക്കെ, തിരിച്ചങ്ങനെ വരിക, വജ്രാസനത്തിൽ വരിക. റെസ്റ്റ് ചെയ്യുക. നല്ലപോലെ ദീർഘമായിട്ടൊന്ന് റെസ്റ്റ് എടുത്തോളൂ. കൈ രണ്ടും തലയുടെ മുകളിൽ കൊടുത്ത് നല്ലപോലെ സ്ട്രെച്ചിങ് എടുത്തോളൂ. അല്ല, അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. ഒന്ന് വലത്തോട്ട് ചെരിയുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6. തിരിച്ചു വരട്ടെ, അതുപോലെ തിരിച്ചു വരട്ടെ. 1. അടുത്ത സൈഡ്. 2 3 4 5 6. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ട് വീണ്ടും നിൽക്കുക. കാല് രണ്ട് വിടർത്തി വയ്ക്കുക. ഉഷ്ട്രാസനം. ഓക്കെ, കാല് വിടർത്തി വയ്ക്കുക. എന്നിട്ട് ഇവിടെ പിടിച്ച് അടുത്ത കാല് കൈ കൊണ്ട് അടുത്ത കൈ പിടിച്ച് അവിടെ നിൽക്കുക. നല്ലതുപോലെ നിൽക്കട്ടെ. 1 അവിടെ നിൽക്കട്ടെ. 2 3 4 5 6 7 8 9 10. തിരിച്ചു വന്ന് വീണ്ടും ചൈൽഡ് പോസ്റ്റ് കിടക്കുക. ശശങ്കാസനത്തിൽ. ശശങ്കാസനം. റെസ്റ്റ്. ഓക്കെ, തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. വജ്രാസനത്തിൽ ഇരുന്നു. ഓക്കെ, വീണ്ടും മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് വലത് കാല് നീട്ടുക. എന്നിട്ട് ഇൻഹേൽ എടുക്കുക. എക്സേൽ എടുത്തുകൊണ്ട് ഇത് അവിടെ നിൽക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. തിരിച്ചു വരിക. ഇൻഹേൽ എടുത്തുകൊണ്ട് വരിക. എക്സേൽ എടുത്തുകൊണ്ട് അടുത്ത കാല് നീട്ടുക. ഇൻഹേൽ എക്സേൽ. അവിടെ നിൽക്കുക. അവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, തിരിച്ചു വരിക. ഒന്ന് വീണ്ടും വജ്രാസനത്തിൽ വരിക. റെസ്റ്റ് ചെയ്യുക. ശ്വാസം നല്ലതുപോലെ എടുത്തു വിടുക. ഇൻഹേൽ എക്സേൽ. എല്ലാവരും നോർമലായെന്ന് വിചാരിക്കുന്നു. പതുക്കെ എണീറ്റുള്ളൂ. ചന്ദ്ര നമസ്കാരം ചെയ്യാം. ചന്ദ്ര നമസ്കാരം ചെയ്യാം. എണീറ്റോളൂ. പതുക്കെ എണീറ്റോളൂ. അപ്പൊ ആരും മെസ്സേജ് ഒന്നും ഇടണ്ട, അത് ലാസ്റ്റിലിടാം. ഓക്കെ, ഇടത് സൈഡ് ചേർന്ന് നിൽക്കുക. ഇടത് സൈഡ് ചേർന്ന് നിൽക്കുക. കൈകൾ നമസ്കാരം മുദ്രയിൽ കൊടുക്കുക. കാലുകൾ ചേർത്ത് വെക്കുക. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടോളൂ. ആദ്യം ശ്വാസം എടുത്തു വിട്ടു. ഓക്കെ, കൈ രണ്ടും അങ്ങനെ മുകളിലോട്ട് പോകട്ടെ. കോർത്ത് പിടിക്കട്ടെ, തിരിക്കട്ടെ. ഉപ്പൂറ്റി പൊക്കി താടാസനം സ്ട്രെച്ചിങ് ചെയ്തോളൂ. ഓക്കെ, തിരിച്ചു വരട്ടെ. ഓക്കെ, വലത്തോട്ട് ചെരിയുക. തിരിച്ചു വരട്ടെ. ഇടത്തോട്ട് ചെരിയുക. തിരിച്ചു വരട്ടെ. വലത് കാലം 3 അടി കൂടുതൽ അകത്തി വെക്കുക. കൈകൾ 90 ഡിഗ്രി വെക്കുക. ഹാഫ് സിറ്റിംഗ്. ഇരുന്നോളൂ. നല്ലതുപോലെ ഇരിക്കണേ. നടുവ് നിവർന്നിരിക്കണേ. ഫ്രണ്ടിലോട്ട് ബോഡി വരും. ഓക്കെ, അങ്ങനെ എണീക്കുക. വലത് കാലം തിരിച്ച് ഇടത് കാലം തിരിച്ച് ത്രികോണാസനം. കറക്റ്റ് ആയിട്ടിരിക്കണേ. ഉത്താനാസനം, അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര,
side sitting, opposite side sitting, തിരിച്ചു വരിക. അശ്വസഞ്ചലനത്തിന് ഉത്താനാസനം, അല്ല നമസ്കാര മുദ്ര കൊടുത്തിട്ട് ഉത്താനാസനം. ഓക്കെ, ത്രികോണാസനം. ഇനി അങ്ങനെ എണീറ്റ് വരട്ടെ. ഇടത് കാലം മടക്കി വലത് കാലിന്റെ ഒപ്പം വയ്ക്കുക, കൈകൾ നമസ്കാര മുദ്ര കൊടുക്കുക. ഓക്കെ, തിരിച്ച് അതുപോലെ വീണ്ടും കൈകൾ നമസ്കാര മുദ്ര, വലത് സൈഡാണ് ഇനി. ഓക്കെ, കൈകൾ നമസ്കാര മുദ്ര കൊടുക്കുക. അങ്ങനെ മുകളിലോട്ട് കോർത്ത് പിടിച്ച് തിരിച്ച് ഉക്കുറ്റി പൊക്കി സ്ട്രെച്ച് ചെയ്യട്ടെ. താടാസന സ്ട്രെച്ചിങ്. ഓക്കെ, തിരിച്ചു വരട്ടെ. ഓക്കെ, ഇടത്തോട്ട് ചെരിയുക, തിരിച്ചു വരട്ടെ. വലത്തോട്ട് ചെരിയുക, തിരിച്ചു വരട്ടെ. ഇടത് കാലം 3 അടിയിൽ അകത്ത് വയ്ക്കുക, കൈകൾ 90 ഡിഗ്രി വെക്കുക, ഹാഫ് സിറ്റിംഗ്. ഓക്കെ, അങ്ങനെ ത്രികോണാസനത്തിലോട്ട് പോട്ടെ. ഇടത് കാലത്തിരിക്കുക, വലത് കാലത്തിരിക്കുക, ത്രികോണാസനം. ഓക്കെ, അടുത്ത ഉത്താനാസനം, അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര. തിരിച്ചു വന്നിക, സൈഡ് സിറ്റിംഗ്, ഓപ്പോസിറ്റ് സൈഡ് സിറ്റിംഗ്, വീണ്ടും അശ്വസഞ്ചലനാസനം, നമസ്കാര മുദ്ര. തിരിച്ച് വീണ്ടും വരിക, അശ്വസഞ്ചലനാസനം, ഉത്താനാസനം, ത്രികോണാസനം. അങ്ങനെ എണീറ്റ് വരട്ടെ. വലത് കാലം മടക്കി ഇടത് കാലം ഒപ്പിക്കുക, കൈകൾ നമസ്കാരം. ഓക്കെ, എല്ലാവരും ഓക്കെ. ഇനി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് പ്രാണായാമം. മേറ്റിലോട്ട് ഇരുന്നോളൂ. പ്രാണായാമത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രാണായാമത്തിൽ നമ്മൾ നാഡീശുദ്ധി പ്രാണായാമവും എല്ലാം എടുത്തിട്ട് അവസാനം യോഗ നിദ്രയിലോട്ട് പോവുകയാണ്. അപ്പൊ അതിന് മുന്നേ ആരും എണീക്കണ്ട. അതിന് മുമ്പ് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മേറ്റിലോട്ട് ഇരുന്നോളൂ. ഓക്കെ, വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഏത് ആസനത്തിലാണ് നമുക്ക് സുഖമായിരിക്കുന്നത് അതിലിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് കപാലഭാതി. കൈ 2 ചിന്മുദ്രയിൽ കൊടുക്കുക. ദീർഘമായിട്ടൊക്കെ ഒരു ശ്വാസമൊക്കെ എടുത്ത് വിടുക. ഇൻഹേൽ, ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കണേ. എക്സേൽ. കപാലഭാതി ചെയ്യുമ്പോൾ നല്ലതുപോലെ എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് മാത്രം തന്നെ മൂവ് ചെയ്യണം. ഓക്കെ, അനങ്ങാവും. നമ്മുടെ ചിലപ്പോൾ ഷോൾഡർ ഒക്കെ പൊങ്ങുക താഴ്ന്നു, അതൊന്നുമല്ല, വയറിൽ ശ്രദ്ധ കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ദീർഘശ്വാസം എടുത്തു വിടട്ടെ. ഇൻഹേൽ എന്നുവെച്ചാൽ ഓരോ ശ്വാസം ഫസ്റ്റിൽ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഇത് ചെയ്യാൻ പോകുന്നു, അതിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ആ ഒരു ഇതിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇൻഹേൽ എക്സേൽ. സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ എടുത്തോളൂ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. എക്സേൽ ചെയ്യണ്ട, അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോളൂ. 1 2 3 4 5 6 7 8 9 10. എക്സേൽ. വീണ്ടും ഇൻഹേൽ എക്സേൽ. സെക്കൻഡ് റൗണ്ട് കപാലഭാതി. ഓക്കെ, ഇൻഹേൽ. സ്റ്റാർട്ട്. 1 2 3
4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. അങ്ങനെ നിൽക്കട്ടെ. 1, 2, ഹോൾഡിംഗ് ആണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Exhale. ഒരു inhale, exhale. Wait. അടുത്ത തേർഡ് റൗണ്ട്. ഇൻഹേൽ. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. എക്സൈൽ കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. എക്സേൽ. ഇത്രയും 30 വരെ പിടിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി ഓക്കെയാണ്. ഓക്കെ, ശരി. ഇനി ഒന്ന് ഇൻഹേൽ എടുത്തോളൂ. എക്സേൽ. കണ്ണു തുറക്കണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഭസ്ത്രികയും കൂടി എടുക്കാം. കൈ 2 ഷോൾഡർ ലെവലിൽ വയ്ക്കുക. ഓക്കെ, നല്ലതുപോലെ പൊക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, exhale. 3, inhale, exhale. 4, inhale, exhale. 5, inhale, exhale. 6, inhale, exhale. 7, inhale, exhale. 8, inhale, exhale. 9, inhale, exhale. 10, inhale, exhale. കൈ താഴ്ത്തിയിട്ടുള്ളൂ, റിലാക്സ് ചെയ്യുന്നുള്ളൂ, ഷോൾഡർ ഒക്കെ തളർത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നാഡീശുദ്ധി പ്രാണായാമമാണ് എടുക്കുന്നത്. അതൊരു 6 റൗണ്ട് നാഡീശുദ്ധി പ്രാണായാമം. ഓക്കെ, ഇടത് കൈ ചെൻമുദ്ര, വലത് കൈ ശ്വസന മുദ്ര. നെഞ്ചിൽ വെച്ച് ഒരു ശ്വാസം എടുത്തു വിട്ടോളൂ. ഓക്കെ, വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്കിൽ കൂടി ശ്വാസം എടുത്തോളൂ. ഇൻഹേൽ, അത് അടച്ചോളൂ, ഹോൾഡ് ചെയ്തോളൂ. വലത് മൂക്കിൽ കൂടി ശ്വാസം വിട്ടോളൂ. എക്സേൽ. വീണ്ടും ഇൻഹേൽ, വലത് മൂക്കിൽ കൂടി, ഹോൾഡ്, എക്സേൽ. ഇടത് മൂക്കിൽ കൂടി പതുക്കെ വിടണം. അടുത്ത ഇടത് മൂക്കിൽ കൂടി ശ്വാസം എടുത്തോളൂ, പതുക്കെ ദീർഘമായിട്ട്. ഇൻഹേൽ, ഹോൾഡ് ചെയ്ത് വെക്കോളൂ.
വലത് മൂക്കി കൂടി എക്സേൽ. വീണ്ടും ഇൻഹേൽ, ഹോൾഡ്, സ്പീഡ് വേണ്ട, എക്സേൽ. ഇടത് മൂക്കി കൂടി എക്സേൽ ഇട്ടുള്ളൂ, ഫുള്ള് വിടണം, എക്സേൽ. വീണ്ടും ഇൻഹേൽ, വലത് മൂക്കി കൂടി എടുത്തോളൂ, ഹോൾഡ്, എക്സേൽ. വലത് മൂക്കി കൂടി എക്സേൽ ഇട്ടോളൂ. വീണ്ടും ഇൻഹേൽ, ഹോൾഡ്, ഇടത് മൂക്കി കൂടി വിട്ടോളൂ, എക്സേൽ. വീണ്ടും ഇൻഹേൽ, ഇടത് മൂക്കി കൂടി, ഹോൾഡ്, എക്സേൽ. വീണ്ടും വലത് മൂക്കി കൂടി എടുത്തോളൂ, ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. വീണ്ടും ഇടത് മൂക്കി കൂടി എടുത്തോളൂ, ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. വലത് മൂക്കി കൂടി വിട്ടോളൂ. വീണ്ടും ഇൻഹേൽ, ഹോൾഡ്, ഇടത് മൂക്കി കൂടി വിട്ടോളൂ, എക്സേൽ. വീണ്ടും ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. വലത് മൂക്കി കൂടി വീണ്ടും എടുത്തോളൂ, ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. ഇടത് മൂക്കി കൂടി വിട്ടോളൂ. ലാസ്റ്റ് റൗണ്ട്. ഇൻഹേൽ, ഇടത് മൂക്കി കൂടി എടുത്തോളൂ, ഇൻഹേൽ, ഹോൾഡ്, വലത് മൂക്കി കൂടി വിട്ടോളൂ, എക്സേൽ. വീണ്ടും ഇൻഹേൽ, ഹോൾഡ്, ഇടത് മൂക്കി കൂടി എക്സേൽ. കണ്ണ് തുറക്കരുത്, രണ്ട് കൈ താഴ്ത്തിയിടുക, രണ്ട് മൂക്കിലും കൂടി നല്ലതുപോലെ ദീർഘമായിട്ട് ശ്വാസം. ഇൻഹേൽ, എക്സേൽ. വീണ്ടും ഇൻഹേൽ, എക്സേൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണ്ണ് തുറക്കണ്ട, ചെയ്യാൻ പോകുന്നത് യോഗമുദ്രയാണ്. ഇനി അങ്ങനെ എല്ലാവരും ശവാസനത്തിൽ തന്നെ കിടന്നോളൂ. ശവാസനത്തിൽ കിടന്നു. ഞാന് ഒരു ഓഡിയോ ഇടുകയാണ്, അതനുസരിച്ച് അതിൽ ശ്രദ്ധിച്ച് മാഷിട്ട ഓഡിയോ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ചെയ്തിരിക്കും നിങ്ങളുടെ, അത് അതിൽ കേട്ട് ശ്രദ്ധിച്ച് ചെയ്തു. ഓക്കെ ഓക്കെ, ശവാസനത്തിൽ തന്നെ എല്ലാവരും കിടന്നോളൂ. ഓക്കെ, അപ്പൊ അവിടെ കിടന്നിട്ട് ഒരു ദീർഘമായിട്ടൊക്കെ ഒരു ശ്വാസം എടുത്ത് വിട്ടു. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുക. നേരെ ശവാസനത്തിലേക്ക് കിടക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക, കാൽപാദങ്ങൾ അകത്തി വയ്ക്കുക, കൈപ്പത്തി കുറച്ചകത്തി മലർത്തി വയ്ക്കുക, തല ഇടത്തോട്ടും വലത്തോട്ടും നാട്ടി കൊടുക്കുക. ഷോൾഡറുകൾ 1 by 1 ആയി ഒന്ന് ഉയർത്തി താഴ്ത്തുക. കൈവിരലുകളൊന്ന് ചുരുട്ടി നിവർത്തുക, കൈമുട്ടുകളൊന്ന് മടക്കി നിവർത്തുക, അരക്കെട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. കാലുകൾ രണ്ടും ഒരു പ്രാവശ്യം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ട്രെച്ച് ചെയ്യുക. സുഖമായിട്ട് കിടക്കുക. ഇനി കണ്ണുകൾ പതിയെ അടയ്ക്കാം. ദീർഘശ്വാസം അകത്തേക്കെടുക്കുക.
ശ്വാസം അകത്തു തന്നെ നിലനിർത്താം. സാവകാശം വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുന്നു. അകത്തു തന്നെ നിലനിർത്തുന്നു. സാവകാശം വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. മറ്റൊരു ദീർഘശ്വാസത്തിലൂടെ ദൈവിക ഊർജം അകത്തേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നു. വീണ്ടും ഒരു ശ്വാസത്തിലൂടെ ദൈവിക ഊർജം അകത്തേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിന് കൂടുതൽ വിശ്രമം അനുഭവപ്പെടുന്നു. ഓരോ തവണയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ദൈവിക ഊർജം പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കൂടുതൽ വിശ്രമത്തിലാകുന്നു. ശ്വാസം അകത്തേക്കെടുക്കാം. ശ്വാസം പുറത്തേക്ക് പതിയെ വിടാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ കോശങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാകുന്നു. ഇപ്പോൾ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ഇനി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. ആദ്യമായി ശിരസിൻ്റെ മധ്യഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഇപ്പോൾ ശിരസ് പൂർണ്ണമായും വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൽ നിന്നും നെറ്റിയിലേക്ക് ദൈവിക ഊർജം പ്രവേശിക്കുന്നു. ഇപ്പോൾ നെറ്റിയും പൂർണ്ണമായി വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൺപോളകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾക്ക് നല്ല കുളിർമ അനുഭവപ്പെടുന്നു. കണ്ണുകളും വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.